ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് പോകണം. ഇന്ന് രാവിലെ തന്നെ ആദം ബേബിക്ക് പാടത്തേക്ക് പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദം ബേബി ഇന്ന് കറങ്ങിക്കൊണ്ടിരിക്കണ, ഭയങ്കര വാശി പിടിച്ചോണ്ടിരിക്കണ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ അപ്പൊ നിങ്ങള് എനിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്തോട്ടാ. നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ പറയാം എന്റെ കറക്റ്റ് ഏജ് എത്രയാന്നുള്ളത്. ഇപ്പൊ പറയുന്നില്ല, അടുത്ത വ്ളോഗിൽ പറയാട്ടാ. നിങ്ങൾ കമന്റ് ഇടൊന്ന് നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ തക്കുന് ഹാപ്പി ബർത്ത്ഡേ പറയേ ഇങ്ങോട്ട് ഉമ്മത്തെ ഹാപ്പി ബർത്ത്ഡേ ഉമ്മ. ആദം അയാളെ കൊഴി നോക്കി. കാറ്റാണോ? മഴ പെയ്യൊന്ന്. ഇന്ന് മഴ ദിവസം കുളിക്കണത്തിന് കണ്ട കൊച്ചിന് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. ഈ പ്രാവശ്യം ബർത്ത്ഡേ ആയിട്ട് വലിയ ആഘോഷങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. കാരണം ഒന്നാമത് ആരും ഇല്ല, പിന്നെ നമ്മൾ മാത്രം ആഘോഷിച്ചിട്ട് ഇപ്പൊ എന്നിട്ട് ഇപ്പൊ ഇത്ര വലിയ രസമുള്ള. എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ ആഘോഷിക്കുക, എന്തെങ്കിലും ഫുഡ് വയ്ക്കുക, കഴിക്കുക, അങ്ങനത്തെ പ്ലാനിലിരിക്കണം. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ആഘോഷങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. മുൻപൊക്കെ ആഘോഷിക്കാറുണ്ട്, ഫുള്ള് സർപ്രൈസുകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ്. സർപ്രൈസ് ഗിഫ്റ്റ് തരല് ഒക്കെ കഴിഞ്ഞു. സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കഴിഞ്ഞു. പാതിരാത്രി മുറിക്കില്, പാതിരാത്രി 12 മണിക്ക് എനിക്ക് കേക്ക് മുറിക്കല്, 12 മണിക്ക് വിഷ് ചെയ്യല്, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. 12 മണിക്ക് വിഷയില് പരിപാടി ഒരുക്കി കഴിഞ്ഞിട്ടാണ് ഇവളെ വിളിക്കാറ്. കല്യാണത്തിന് മുൻപ്. കല്യാണം കഴിഞ്ഞു അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ പിന്നെ നിന്നെ അവിടെ വന്ന് വിഷ് ചെയ്ത്. പക്ഷെ ഈ പ്രാവശ്യം ഇപ്പൊ നമ്മള് ആഘോഷിക്കണ്ടെന്ന് വിചാരിച്ചു. പോട്ടെ, ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ അങ്ങനെ പോട്ടെ. ഇന്നാണെങ്കിൽ നല്ല മഴ ദിവസാട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യാനല്ല, കാറ്റൊക്കെ വന്നു തുടങ്ങിയതേ. മഴ തുടങ്ങാൻ പോകുന്നുണ്ട്. തുടർച്ചയായി മഴയാണ്. ഞാൻ ജനിച്ച ദിവസം മഴ ഉണ്ടായിരുന്ന ഒന്നിച്ച് ആലോചിക്കുക. ജനിച്ച ദിവസം മഴയൊന്നും ഉണ്ടായില്ല, നല്ല വെയിലായിരുന്നു. വെയില് ദിവസമായിരുന്നു. പക്ഷെ ഇന്നെന്തോ നിർഭാഗ്യവശാൽ മഴ ദിവസമായി മാറിയിരിക്കുകയാണ്. ജനിച്ച ദിവസം മഴ ഉണ്ടാവുകയെന്നറിയാനായിട്ട് രാവിലെ ലേബർ റൂമിൽ കയറ്റിട്ട് വൈകിട്ടായപ്പോഴേക്കും ഓപ്പറേഷൻ ചെയ്ത് പിന്നെ പിറ്റേ ദിവസം എന്നെ പുറത്തേക്ക് ഇറക്കിയാ വല്ലതും അറിയുന്നുണ്ടോ. അമ്മച്ചി പുറം ലോകമായിട്ട് അമ്മച്ചിക്ക് ബന്ധമുണ്ടായില്ല. പിന്നെ എങ്ങനെ അറിയണ മഴ ഉണ്ടായോന്ന്. ഇപ്പഴാണ് അത് ആലോചിച്ച് കണ്ടുപിടിച്ചോ. ഞാൻ ഒന്നും പുറത്തുണ്ടായില്ലല്ലോ, പിന്നെ മഴയെന്ന് അറിയണ. എന്നിട്ട് ബർത്ത്ഡേ സ്പെഷ്യല് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. നാടൻ കോഴി, നമ്മള് നാടൻ കോഴി. ഒരു നാടൻ കോഴിനെ അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് നാടൻ കോഴി. അമ്മച്ചിയുടെ ഇവിടെ ഇതിരിക്കുന്നുണ്ട്, ചോരിരിക്കുന്നുണ്ട് കണ്ണിന്റെ അടിയില്. ഇത് കിട്ടാനല്ല പാടുള്ളൂ, നന്നാക്കി വെട്ടിയെടുക്കാനും പാടുള്ളൂ. ഇതിവിടെ. അപ്പൊ അത് എനിക്ക് കണ്ണാണോ? അതന്നെ, അമ്മച്ചിക്ക് കണ്ണാണില്ലേ, അതുകൊണ്ടല്ലേ എടുത്ത. അപ്പൊ നമുക്കിന്ന് ബിരിയാണിയാണ് സ്പെഷ്യൽ. സ്റ്റാർട്ട് ആവാൻ പോകുന്നു. 11:30 അതന്നെ. ഈ പ്രാവശ്യം ബർത്ത്ഡേ ആയിട്ട് ഞാൻ സർപ്രൈസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ സർപ്രൈസ് ഉണ്ടെങ്കിൽ അമ്മമാരെ കഴിഞ്ഞ കൊച്ചന്മാർക്കാ, പിള്ളേരുകൾക്ക് മുതുക്കികളായില്ലേ. അമ്മമാരെ സർപ്രൈസുകളൊക്കെ കഴിഞ്ഞു. ഈ നാടൻ കോഴിനെ എന്നിട്ട് ചെയ്യുമ്പോണ തേങ്ങപ്പാല് പിഴിഞ്ഞാണോ അല്ലെങ്കിൽ റോസ്റ്റ് ആണോ? റോസ്റ്റ് വിത്ത് ഇത്തിരി തേങ്ങപ്പാൽ ഒഴിച്ചാൽ മതി, കുറുതായി കിട്ടും, ചാറ് കിട്ടും. നിന്റെ ഇഷ്ടത്തിന് ചെയ്യല്ലേ. എന്നിട്ടത് കൊളായി കഴിഞ്ഞ തലയിലിടാ. ശരിയാ. നമ്മളിത് ബിരിയാണി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തുട്ടാ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ക്യാരറ്റും ബീൻസും കഴുകി കട്ടാക്കിയിട്ട് എന്ത് ചെയ്തു, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ ഈ ബിരിയാണി കിറ്റിൽ നമ്മൾ പഠിക്കണം. അല്ല, ബിരിയാണി ഇങ്ങനെ വെക്കണേ പഠിക്കണ്ടേ.
ചില ബിരിയാണി കിറ്റുകളിൽ അരി നേരത്തെ വെള്ളത്തിലിടാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കണം. നമ്മൾ ബിരിയാണിയിലേക്ക് കിടക്കണേ. ബിരിയാണി എപ്പോൾ കിട്ടുന്നുള്ളത് സംശയമാണ്. മിക്കതും ഒരു 2 മണി 2:30 ആവുമെന്ന് പറഞ്ഞാൽ ചോറ് കിട്ടും. ഇച്ചിയുടെ സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞു തുടങ്ങി. നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഉറങ്ങാണ്. അവൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പാളും. എന്തായി എന്ത് അടുക്കളയുടെ കോലം ഹായ് ബ്യൂട്ടിഫുൾ. ആരോ കയറി നശിപ്പിച്ച പോലെ ഇരിക്കുന്നുണ്ട്. അമ്മച്ചിക്ക് അടുക്കള എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് കാണിക്കുന്ന താല്പര്യമുള്ളൂ. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഇതായേക്കണ്ടാണ്. ചിക്കൻ കറിയിലേക്കല്ലേ ഒരു തലക്കാന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇത് കഴിയുമ്പോഴേക്ക് ഇത് പഴയ രൂപത്തേക്ക് ആവും. നമ്മുടെ ബിരിയാണി കിറ്റിന്റെ കൂടാതെ കശുവിന്റെ പരിപ്പ് കാശ് സെപ്പറേറ്റ് വാങ്ങിയത്. ഇന്ന് ഞാൻ അപ്പച്ചനോട് രാവിലെ മേടിപ്പിച്ചതാ. ഈ 4-6 കശുവണ്ടി ഉണ്ട്. ഒരു പാക്കറ്റ് 20 രൂപ വെച്ച്. മര്യാദക്ക് കടയിലുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ മറന്നുപോയി പറയാനായിട്ട്. എന്നിട്ട് രാവിലെ ഞാൻ അപ്പച്ചനോട് ബിരിയാണി കിറ്റിലുണ്ടായത്. ബിരിയാണി കിറ്റിലൊരു 4 മുന്തിരിയും ഒരു കശുവണ്ടി പരിപ്പിന്റെ ഒരു പകുതി ഉണ്ടായി. ഇതൊക്കെ ഞാൻ അപ്പച്ചനോട് ഇത് ഈ 4-5 20 രൂപ ഒരു പാക്കറ്റ്. അമ്മിച്ചി വിശർത്ത് കുളിച്ചൂലാതെ നോക്കി പാവം പണിയെടുത്ത് വിയർപ്പിന്റെ പിന്നെ തണുപ്പുണ്ടാവാ. ഇത് കഴിഞ്ഞ് ഒറ്റ ഓട്ടായിരിക്കും AC ഇടാൻ. ചൂട് പണ്ടേ ഉള്ളതാ. അമ്മിച്ചി ആദ്യം ബേബിക്ക് കറണ്ട് പോയപ്പോ TV ഓഫ് ചെയ്തു. അപ്പൊ ആദ്യത്തിന് ഒരു മോനിക്ക പാട്ട് വെച്ച് ആ പാടത്തൊരു ചേച്ചിന്റെ ഷീബ എന്ന് പറഞ്ഞ ചേച്ചി. ആ ചേച്ചി അവിടെ ചെല്ലുമ്പോ ഡാൻസ് കളിപ്പിക്കും. അപ്പൊ അവനത് വെച്ച് ഡാൻസ് കളിക്കണം. അതിനുള്ള കറച്ചിലും ബഹളത്തിലും നിൽക്കണ്ട. അതെ, സബോള വാട്ടല് കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ വേവിക്കല് കഴിഞ്ഞു. പരിപ്പും കൂടി മിക്സ് ചെയ്തു. അയ്യോ മറ്റേ സാധനം ഒഴിക്കണം. ഇത് എസൻസ് ആണോ? അത് ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അധികം. മാമയ്ക്ക് ഇതിട്ട് പറ്റിയെന്ന് കൈപൊള്ളിന്ന് പറഞ്ഞേ. കൈപ്പൊള്ളി ഊത് കൈ ഊതി കൊടുത്ത മാമയ്ക്ക്. ഊതത് വെടി വെക്കേ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. തിന്നു നോക്കിയാലല്ലേ അറിയുള്ളൂ തിന്നാൻ നല്ലതാണോ പൊള്ളിയില്ല. പിന്നെ അറിയില്ല. തിരക്കിനിടയിൽ ഒരു ബിരിയാണി. അങ്ങനെ നമ്മുടെ ബിരിയാണി ഫൈനൽ ലുക്കിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. ഈ ഇത് പാത്രത്തേക്ക് ഇടാം. പറഞ്ഞ സൂപ്പർ എന്ന് പറഞ്ഞേ. പറഞ്ഞു പറയിപ്പിക്കുന്ന മാമ സൂപ്പർ എന്ന് പറയാ. സൂപ്പർ പറഞ്ഞാതോ. സൂപ്പർ ബിരിയാണി. അമ്മാമ ക്ലീനിങ് പരിപാടി തുടങ്ങി. അപ്പൊ നമ്മുടെ ചിക്കൻ ഒന്നും ചെയ്യല്ലേ? ഉരുളക്കിഴങ്ങ് തന്നക്ക്. നിനക്ക് നേരണ്ടെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് തന്നക്ക്. നിനക്ക് നേരണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി തന്നക്ക്. നിനക്ക് നേരണ്ടെങ്കിൽ എനിക്കിതൊരു പണി. ഇവനിപ്പോ ഉള്ള എനിക്കിപ്പോ ഒന്നും നോക്കാൻ പറ്റില്ലേ. ഞാൻ സാധനങ്ങളൊക്കെ സഹായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതിന്റെ അടിയിൽ കുറെ കമന്റ് വരും. പാവം അമ്മിച്ചി കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ, ഞാൻ അവിടെ ഇരുന്ന് തിന്നു കുടിക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ അമ്മിച്ചിനെ സഹായിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിട്ടേക്ക് കഴിഞ്ഞ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചിക്കനിലേക്കുള്ള ചുവന്നുള്ളി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാ സാധനങ്ങളും ഇട്ട് തേങ്ങപ്പാലും ഇട്ടു. ഇനി ഉള്ളിയും ചുവന്നുള്ളിയും കൂടി നോക്കിച്ചെടുക്കും. അവനെന്താണ് അവന് പതിവില്ലാണ്ട് കിടന്ന് ഉറങ്ങാണ്ട്. അതുകൊണ്ട് നമ്മുടെ പണികൾ കുറച്ച് സ്പീഡപ്പായി തീർന്നു. അമ്മച്ചി പറഞ്ഞ ചിക്കൻ ഫ്രൈ ആയി വരട്ടേന്ന്. ചിക്കൻ ഫ്രൈ ആയിട്ട് വരട്ടെ. സമയം കുറച്ചെടുക്കും ഫ്രൈ ആവാൻ. ചാറ് വേണം. ചാറിടുന്നോട്ടെ തിരി. നമുക്ക് ബിരിയാണിയുടെ കുറച്ച് ചാറിൽ കുതിർത്താം. തൈരില്ല കേട്ടാ, അതുകൊണ്ട് നമുക്ക് ഇതിൽ ഇത്തിരി ചാറ് നല്ലതാ. ചാറ് വെച്ചു കുറുതാവും. അത് നല്ല ഭംഗിയിട്ട് കാണാൻ. ബ്യൂട്ടിഫുൾ. അത് നോക്കി ചിക്കൻ കറി. പണികളൊക്കെ കഴിഞ്ഞ്
അമ്മച്ചി റെസ്റ്റ് എടുക്കണം. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, പാത്രങ്ങളെല്ലാം ഇവിടെ തട്ടിയിട്ടേക്ക വാഷ് ബേസിനിൽ. നാണം മുന്നോന് സൂപ്പർ ഹാപ്പി അമ്മക്ക്. ആ സൂപ്പർ. ആ തിന്ന് നോക്കണ്ട് സൂപ്പർ പറ. കൊച്ചു തിന്നോക്ക്. നല്ലതാ ഞാൻ കൊടുത്തപ്പോ തിന്നില്ല. നല്ലതാ സൂപ്പർ സൂപ്പർ പറയണ എങ്ങനെയാ നമ്മള് വിചാരിച്ച പോലെ 2 മണി ആയിട്ടില്ല കേട്ടാ. 1:30 എല്ലാ കാര്യങ്ങളും സെറ്റായി, ഫുഡ് കഴിക്കാറായി. അങ്ങനെ ഒരു വയസ്സും കൂടി. ഓരോ വർഷം കൂടുന്തോറും വയസ്സ് കൂടുന്തോറും ചെറിയ ചെറിയ എന്താ പറയാ പേടിയായി തുടങ്ങുന്നുണ്ട്. ചാറാവോ അറിയത്തിലുണ്ട്. ഇപ്പഴേ ചാവണ കാര്യം പറഞ്ഞപ്പോ ഞങ്ങളൊക്കെയാണ്. നിങ്ങളൊക്കെ ഇത്ര കാലം ജീവിച്ചു തന്നെ ദൈവാനുഗ്രഹം എന്ന് പറയാം. ഞങ്ങളൊക്കെ വേഗം തട്ടിപ്പോവും. നമ്മുടെ നാടൻ കോഴിക്കറി. വാവ്, ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടാ. നല്ലതാണ്, കുറുതായി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയൊരു എരിവുണ്ട്. നമ്മുടെ ബിരിയാണി ഉണ്ട്. ഈ ചാറിലേക്ക് ഇത്തിരി ബിരിയാണി ഇങ്ങോട്ട് ഇടാം. എന്നിട്ട് ഇങ്ങനെ നന്നായി ഇങ്ങോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കഴിക്കാം. മിക്സ് ചെയ്തിട്ടാം. ഒരു ഇഞ്ചി പീസ് അറിയാണ്ട് വായിൽ പെട്ടുപോയി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി. അമ്മച്ചിക്ക് ഇഷ്ടമായാ? ഞാൻ തിന്നാൻ പോണോ? തിന്നിട്ടില്ലേ? ഞാൻ ഇപ്പം ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും ആയില്ലെങ്കിലും ഞാൻ വെച്ചത് തന്നെയല്ലേ. അമ്മച്ചി വെച്ചത് ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും എന്തായാലും തിന്നണം. തിന്നാണ്ട് വരില്ല, എന്തായാലും തിന്നണം. ഒരു ടേസ്റ്റ് ഉണ്ട്. നമുക്ക് തൈരില്ല, അതുകൊണ്ട് അതിൽ ചാറ് തിരിട്ടതോ. പിന്നെ നാടൻ കോഴിയാണ്, അതുകൊണ്ടാട്ടോ. ചാറെന്ന് പറയാനില്ല, ചാറൊക്കെ പറ്റി ഭയങ്കര കുറുതായിട്ടത് ഇപ്പൊ വറ്റിപ്പോയത്. ചാറില്ലാണ്ട് വെച്ച അടിപൊളിയുണ്ട്. ഇങ്ങനെ ബർത്ത്ഡേ ഒരുവിധം ഫുഡിൽ ആഘോഷിച്ചു. അതെ, ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേ എന്ന്. ഞാൻ കേക്കൊന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ വന്നപ്പോ കേക്ക് വാങ്ങിച്ചോണ്ടിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ കാര്യമൊന്നും. ഞാൻ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. പോണപ്പോ അപ്പച്ചൻ കേക്ക് വാങ്ങിച്ചോണ്ട്. ഇവിടെ ഒരുത്തൻ ഹാപ്പി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. കേക്ക് മുറിക്കാൻ വേണ്ടി. കേക്ക് അവൻ കണ്ടു, അത് മുറിക്കാൻ വേണ്ടിട്ട് നിക്കണ്ട്. ഇപ്രാവശ്യം കേക്ക് കട്ടിങ്ങും പരിപാടി ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ അമ്മച്ചോട് പറഞ്ഞതാ, അമ്മച്ചി എന്നോട് പറയാണ്ട് ഇടുവാ. അവരാണെങ്കി ഹാപ്പി ഇതില മുറിക്കാനുള്ളതില്. കൊച്ചിന് കേക്ക് മുറിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതെന്താ നമ്മുടെ കേക്ക്. ആദം ഭയങ്കര തിരക്കില് നിക്ക മുറിക്കാൻ വേണ്ടിട്ട്. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടാ. കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു.
കൊച്ചു മുറുക്കിയതിങ്ങനെ ഉണ്ണി കരച്ചിലോടെ അതിന്റെ കെട്ടോ മേടിച്ചോ ഞാൻ എന്നോട് പറഞ്ഞൊന്നുമില്ല അപ്പടെ കള്ള എന്നോട് പറഞ്ഞില്ലല്ല. എന്നോട് ഭർത്താവ കാര്യം വരെ ഒന്നും ചോദിക്കാത്ത ആളാ. മോതിരൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്കുള്ള ടേസ്റ്റ് തന്നതല്ല ഞാൻ എന്നോട് മേടിക്കാൻ നന്നായിണ്ട്. നീ വിളിച്ചോക്കെ പറയാം. നല്ല മോതിരം എനിക്ക് ഇഷ്ടമായിട്ടാ. താങ്ക് യു. ഒരു കൊടുത്തപ്പേ അപ്പക്കും കൊടുത്താലോ ഉമ്മ. കേക്കിൽ ഇപ്പൊ കുളിക്കും. അതിന് മുൻപ് കേക്ക് എടുത്ത് വെക്കണം. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളും ഗിഫ്റ്റ് കിട്ടി, കേക്ക് കിട്ടി. ഇതൊന്നും ഡ്രസ് ഗിഫ്റ്റ് കിട്ടിയതാ ഒക്കെ കിട്ടി. പക്ഷേ അറിഞ്ഞില്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ല. അത് മാത്രമല്ല, ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായില്ല വീഡിയോയില് ഇന്ന് പരിപാടികളൊന്നും ഇല്ലാന്ന്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നല്ല ചൂടുണ്ട്. പ്രതീക്ഷിക്കാണ്ട് ഒക്കെ കിട്ടി. ഈ കൊച്ചി കേക്കില് ഇതാണ് മോതിരം. ഇതാണ് ആള് വാങ്ങി തന്ന മോതിരം. കുറച്ച് ലൂസ് ഉണ്ട്, എന്നാലും ഓക്കെയാണ്, കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ കമന്റ് ചെയ്തോളട്ടാ. മോതിരം ഇഷ്ടമെങ്കിൽ കമന്റ് ചെയ്തോളട്ടാ. നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാട്ടെ. ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോ